ഹലോ അസ്സാം വലൈക്കും. എന്തെല്ലാം എല്ലാവർക്കും സുഖം തന്നെ? അൽഹംദുലില്ലാ നമ്മളും സുഖമായിട്ടിരിക്കുന്നത്. ഇന്നത്തെ വീഡിയോ ഒരു ഫുൾ ഡേ വ്ളോഗാണ് കേട്ടോ. ഇതിൽ ഞാൻ റെസിപ്പീസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്, പിന്നെ കുറേ വിശേഷങ്ങളൊക്കെ ഉണ്ട്. അപ്പം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ടാക്കുക. അപ്പോൾ എന്തായാലും വീഡിയോയിലേക്ക് പോവാം. വീഡിയോ ഷൂട്ടാക്കാൻ തുടങ്ങിയത് ഒരു 12-12:30 ആ ഒരു ടൈം ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പോഴാണ് നമ്മൾ എണീച്ചിട്ടുള്ളത്. കാര്യം രാവിലെ നമ്മൾ സുബഹി നിസ്കരിച്ചിട്ടെല്ലാം കിടന്നത്. ഇവിടെ നല്ല മഴ, ഇടി, മിന്ന്, കാറ്റ്. അന്ന് രാത്രിയിലും ഫുള്ളായിട്ട് ഇങ്ങനെ നമുക്ക് എന്താ പറയുക, ഭയങ്കര കാറ്റായിരുന്നു കേട്ടോ. അപ്പോൾ ഒരു പേടിയായിരുന്നു. ഒന്നാമത്തത് കാറ്റടിക്കുമ്പം എന്തെല്ലോ അവിടുന്ന് ഇവിടുന്നെല്ലാം എന്തെല്ലാം സൗണ്ട് വരുന്നല്ലേ. അപ്പം അതുകൊണ്ട് തന്നെ എന്താക്കണം എന്നറിയാത്ത ഒരവസ്ഥ ആയിരുന്നു കേട്ടോ. പിന്നെ അതിൻ്റെ ഇടയിൽ നമുക്ക് അലാട്ട് വരുന്നു, ഈ മിസൈലിൻ്റെ ഒരു അലാട്ട് വരുന്നു, അതും ടെൻഷനാണ്. അങ്ങനെയല്ല. അപ്പോൾ നമ്മൾ എണീക്കുമ്പോൾ തന്നെ സുബഹി നിസ്കരിച്ച് ഒരു 7 മണിയെല്ലാം ആയിന്, രാവിലെ ആയിന് കിടക്കുമ്പോൾ തന്നെ. പിന്നെ ഒരു 12:30 ആ ഒരു ടൈം എണീച്ചപ്പോൾ പിന്നെ അങ്ങനെ മഴ പെയ്തുകൊണ്ടുണ്ട്. പക്ഷേ നല്ല സൗണ്ടും കാര്യങ്ങളും നമ്മൾ നാട്ടിലെ പോലെ തന്നെ ആ ഒരു കാലാവസ്ഥ മാത്രം ഇങ്ങനെ കാറ്റെല്ലാം വരുമ്പം നമുക്കൊരു സമാധാനമില്ലാത്തൊരു അന്തരീക്ഷമായിരുന്നു കേട്ടോ. ഇപ്പം അൽഹംദുലില്ലാ എല്ലാം ഓക്കെ ആയിട്ടുണ്ട്. നമ്മളെ ഫ്ലാറ്റിൻ്റെ ഫ്രണ്ടിലില്ലേ വില്ലകളാണ്. ഈ വില്ലകൾക്കാണ് കൂടുതലും എന്താ പറയുക, ഫുള്ള് ഉള്ളിലേക്ക് വെള്ളം കയറലും അങ്ങനെ ഇങ്ങനെയൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ളത്. പിന്നെ ഞങ്ങൾ എണീക്കുമ്പോൾ തന്നെ കാണുന്നത് ടാങ്കില്ലേ നമ്മൾ വെള്ളം നിറക്കുന്ന, അത് താഴേക്ക് അത്രയും കാറ്റുകൊണ്ട് ചിലപ്പോൾ കുറച്ച് വെള്ളം ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ അവിടെ വെച്ചിട്ടുണ്ടായിരിക്കും, വെള്ളം ഇല്ലാത്തത് ഉണ്ടായിരിക്കാം. ടാങ്ക് അറുതി താഴെ വന്നിട്ടുണ്ട് പാറിയിട്ട്. അത്രയും ഭയങ്കര കാറ്റാണ്. ഏതായാലും ഇപ്പോൾ ഓക്കെ ആണ് കേട്ടോ. മഴയെല്ലാം നിന്നിട്ടുണ്ട്. ഇന്ന് മഴ പെയ്തിട്ടില്ലാണ് ഈ ഒരു വോയിസ് കൊടുക്കുന്നതെന്ന്. മഴയൊന്നും പെയ്തിട്ടില്ല. വെള്ളമെല്ലാം ഒരുപാട് സ്ഥലത്തെല്ലാം വറ്റിയിട്ടുണ്ട്. അൽഹംദുലില്ലാ. ഇനിയൊന്നും വരാതിരിക്കട്ടെ. നാശനഷ്ടങ്ങളൊക്കെ കുറേ ആൾക്കാർക്ക് എന്തെല്ലാം വന്നിട്ടുണ്ട്. അതെല്ലാം നമ്മൾ ഇങ്ങനെ കാണുമ്പോൾ ബേജാറാണ്. കടകളൊക്കെ വെള്ളം കയറിയിട്ട് എത്രയോ കടകൾ കിട്ടാം. കാണുമ്പം നമുക്ക് കണ്ണ് നിറയാവുന്ന കാര്യം. എത്രയോ കാലത്തിൻ്റെ കഷ്ടപ്പാടാണ് ഒരാൾക്ക് ഒരു ഷോപ്പെല്ലാം എടുക്കുന്നതും. അതിൻ്റെ എല്ലാ കാര്യങ്ങളും, വിയർപ്പ്, അധ്വാനം എല്ലാം ഉണ്ട്. ഫാമിലിക്കും വേണ്ടിയിട്ടാണ് നാട്ടിൽ നമ്മൾക്ക് കുടുംബക്കാരുണ്ട്, അവർക്കും വേണ്ടിയിട്ട് ഇവിടെ കഷ്ടപ്പെടുന്നതല്ലേ. അപ്പോൾ പെട്ടെന്ന് എല്ലാം സ്റ്റക്കായിട്ടുള്ള ആ ഒരു മാനസികാവസ്ഥ, അത് വല്ലാത്തൊരവസ്ഥ തന്നെയാണ്. അപ്പോൾ ഇപ്പോൾ ഓക്കെ ആയിട്ടുണ്ട്. കുറേ ആൾക്കാർ ഹെൽപ്പാക്കിയിട്ടുണ്ട് കേട്ടോ. കുറേ ആൾക്കാർ അപ്പം ശത്രുക്കളാമിത്രം അതൊന്നുമില്ല. നമ്മൾ നാട്ടിലെ പോലെ തന്നെ നമ്മൾ മലയാളികൾക്ക് നിങ്ങൾ വീഡിയോസിലെല്ലാം കണ്ട പോലെ തന്നെ കുറേ ആൾക്കാർ ഷോപ്പിലൊക്കെ വെള്ളം കയറിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പാക്കി. അൽഹംദുലില്ലാ ഇപ്പോൾ ഓക്കെ ആയിട്ട് വരുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ കുറേ സ്ഥലത്തെല്ലാം ഓക്കെ ആയിട്ടുണ്ട്. പിന്നെ നിങ്ങൾ ഓരോരുത്തരോട് എൻ്റെ വീഡിയോസ് കാണുന്ന ഓരോരുത്തരടുത്തും പറയാനുള്ളത്, എല്ലാവരും ദുആ ചെയ്യുക. അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം വിപത്തൊന്നും വരാതിരിക്കട്ടെ. നാട്ടിലായാലും ഇവിടെ ആയാലും ഒക്കെ എല്ലാവരും സേഫായിട്ടിരിക്കട്ടെ. എല്ലാവരും പ്രാർത്ഥിക്കുക. പിന്നെ തവക്കൽത്തു അലല്ലാഹ്, അള്ളാനെ ഏൽപ്പിക്കുക, അത്ര. അപ്പോൾ നമ്മൾ രാവിലെ എന്ന് പറഞ്ഞാൽ 12:30 ഒരു ടൈം വന്നിട്ടാ. അപ്പോൾ ഞാൻ ബ്രേക്ക്ഫാസ്റ്റിന് നമ്മൾ ഉണ്ടാക്കി വെച്ച ഹെൽത്ത് മിക്സ് പൗഡർ ഇല്ലേ, അത് കുറച്ച് ബാക്കിയുണ്ടായിരുന്നു. ഇത് ഞാൻ കഴിയുമ്പോൾ ഉണ്ടാക്കി വെക്കലാട്ടോ. ഇനി ഞാൻ വീഡിയോസ് ചെയ്യാം. അത് ഇനി ഉണ്ടാക്കുമ്പം ഞാൻ വീഡിയോസ് ചെയ്യട്ടാ. ഞാൻ ഒരിക്കൽ വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു, മാത്രം കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം എനിക്കില്ലേ ജലദോഷം വന്നിട്ടുണ്ട്. ഇവിടുത്തെ കാലാവസ്ഥേൻ്റെ കാര്യം ഇതാണ്. ഈ ഒരു വീഡിയോ ചെയ്യണമെന്നില്ല, തൊണ്ടെല്ലാം ഭയങ്കര പെയിനെല്ലാം ആയിട്ടുണ്ട് അതിനിട്ട് എണീക്കുമ്പോൾ. അപ്പം അതുകൊണ്ട് തന്നെ നല്ല ചൂടുള്ളത് കുടിക്കാമെന്ന് വിചാരിച്ചിട്ട്, എല്ലാന്നുണ്ടെങ്കിൽ ഞാൻ അത് തൈരിട്ടിട്ട് അങ്ങനെ അടിച്ചിട്ട് കുടിക്കലാണ് എന്നിട്ടാണ് നിങ്ങൾ നോമ്പിനെല്ലാം കണ്ടതല്ലേ. അപ്പോൾ ഇപ്പം ഞാനിതാ കുറച്ച് വെള്ളത്തിൽ ഒരു 2-3 ടേബിൾ സ്പൂൺ പൗഡർ ഇട്ടിട്ട് ഒന്ന് തിളപ്പിച്ചിട്ട് നമ്മൾ കുടിക്കലാന്നിട്ടാ. ഇപ്പോൾ സത്യം പറഞ്ഞാൽ നോമ്പായ ആ ഒരു ടൈമിൽ എൻ്റെ റൊട്ടീനെല്ലാം ചേഞ്ച് ആയിട്ടുണ്ട് കേട്ടോ. എന്തല്ലോ രാവിലെ എണീക്കുന്നതെല്ലാം നമ്മൾ കിടക്കുന്ന തന്നെ സുബഹി നിസ്കരിച്ചിട്ടാണ്. അങ്ങനെ നോമ്പിന് ആ ഒരു ശീലമായതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനിയിപ്പം റൊട്ടീനെല്ലാം ചേഞ്ച് ആക്കിയിട്ട് വേണം കേട്ടോ. ഓരോന്ന് ചേഞ്ച് ആക്കിയിട്ട് അങ്ങനെ കൊണ്ടുവരണം. ഇതിൽ മധുരം ഇടാതെ കുറച്ച് ഉപ്പിട്ടിട്ട് അങ്ങനെ കുടിക്കുക കേട്ടോ. വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് നമ്മൾ മധുരമൊക്കെ ഒഴിവാക്കിയിട്ട് നമ്മൾ നോമ്പിന് ഞാൻ പറയില്ല, അത് ഈത്തപ്പഴം ഇട്ടിട്ട് അങ്ങനെ അടിക്കലാന്ന് കേട്ടോ. 2-3 ഈത്തപ്പഴം ഇടും. അങ്ങനെ ഇപ്പം കുറച്ച് ഉപ്പിട്ടിട്ട് അങ്ങനെ കുടിക്കലാന്ന്. ഉച്ചക്കൊക്കെ പെട്ടെന്ന് ചോറാക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഇന്നില്ല, ഞാൻ എപ്പോഴും
പെരുന്നാൾ കഴിഞ്ഞാൽ ഒരു ചട്ടിച്ചോറ് ഉണ്ടാക്കലുണ്ട്. നിങ്ങളെൻ്റെ വീഡിയോസ് കാണുന്നവർക്ക് എപ്പോഴും കാണുന്നവർക്ക് അറിയാം, പെരുന്നാൾ കഴിഞ്ഞാൽ ഒരു ചട്ടിച്ചോറ് നിർബന്ധമാണ്. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ച് പൊതിച്ചോറാക്കാന്ന്. അപ്പോൾ അതാ അതിനുള്ള കുറച്ച് സാധനങ്ങളൊക്കെ പുറത്ത് വെച്ചിട്ടുണ്ട്. പച്ചക്കറികളും മീനും ഒക്കെ തണുപ്പ് പോകാൻ വേണ്ടിയിട്ട് അങ്ങനെ പുറത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. മീനിൻ്റെ തണുപ്പും പിന്നെ പച്ചക്കറിയൊക്കെ അതാ തക്കാളിയും ചീരയൊക്കെ ഇട്ടിട്ട് വെള്ളത്തിലിട്ടിട്ട് വെച്ചിട്ടുണ്ട്, കുറച്ച് ഉപ്പിട്ടിട്ട്. പിന്നെ അതാ ചോറും വെക്കുന്നുണ്ട്. ഇത് തിളച്ചാൽ പിന്നെ ഹോട്ട് ബോക്സിലേക്ക് ഇറക്കി വെച്ചാൽ മതി. പിന്നെ കറികളും ഒക്കെ റെഡി ആകുമ്പോഴത്തേന് ചോറും റെഡി ആവും കേട്ടോ. ചോറ് ഗ്യാസ് മേലെ വെച്ചിട്ട് അത് തിളക്കുമ്പോഴത്തേന് നമുക്കിത് കുടിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ പാത്തിൻ്റെ അടുത്ത് പറഞ്ഞ് നമ്മൾ ബാൽക്കണിയിൽ ഇരുന്നിട്ട് അവിടെ ഇരുന്നിട്ട് കുടിക്കുക. ഇപ്പം മഴ നിന്നിട്ടുണ്ട് കേട്ടോ. അപ്പം നല്ലൊരു എന്താ പറയുക, നല്ലൊരു അന്തരീക്ഷമാണ്. പിള്ളേരെല്ലാം താഴത്ത്, കുട്ടിയൊക്കെ അറിയില്ലല്ലോ. അപ്പം മഴ വന്നപ്പോൾ കുട്ടിക്ക് ഭയങ്കര രസമായി, താഴത്തെല്ലാം കളിച്ചുകൊണ്ടുണ്ടായിരുന്നിട്ട്. കാറ്റെല്ലാം നിന്നതിന് ശേഷം ഇപ്പോഴും നമ്മൾ അത് കുടിക്കുമ്പോണ്ട് പിള്ളേരെ സൗണ്ട് താഴെ ഇങ്ങനെ കേൾക്കുന്നു. ഇങ്ങനെ പിള്ളേർ സെറ്റിൽ കളിച്ചുകൊണ്ടെല്ലാം ഉണ്ട് കേട്ടോ താഴെ. അങ്ങനെ ഇപ്പം ഈ ചൂട് കുടിക്കാൻ നല്ല രസമായിട്ട്, നല്ലൊരു കാലാവസ്ഥയും കാറ്റൊന്നുമില്ല, നല്ലൊരു കാലാവസ്ഥ. അങ്ങനെ കുറേ കഥകളൊക്കെ പറഞ്ഞിട്ട് അവിടെ ഇരുന്നിട്ട് കുറച്ച് എൻജോയ് ആക്കിയിട്ട് നമ്മളിതാ കുടിച്ചിട്ട് ഇനിയിപ്പം പാത്രമെല്ലാം കഴുകി വെക്കട്ടെ. എന്നിട്ടിതാ ഉച്ചക്കത്തെ നാടൻ ചോറിനുള്ള, അതായത് പൊതിച്ചോറിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യട്ടോ. അപ്പം ഞാൻ മീനില്ലേ അങ്ങനെ അരച്ച് വെച്ചിട്ടില്ലായിരുന്നു കേട്ടോ. ആ നോമ്പിന് അങ്ങനെ മീൻ നമ്മൾ യൂസ് ആക്കുന്നില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇറച്ചി മസാലകളൊക്കെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, മീനിൻ്റെ മസാല അരച്ച് വെച്ചിട്ടില്ല. അപ്പോൾ അതാ ഞാൻ കുറച്ചെടുത്തിട്ട് അരക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് കാശ്മീരി മുളകിലെ എരിവില്ലാത്ത അത് കുറച്ചെടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഒരു കഷ്ണം പകുതി ഉള്ളി, ചെറിയ ഉള്ളിൻ്റെ പകുതി, ഒരു 4-5 വെളുത്തുള്ളി, കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു ചെറിയ ഒരു 3-4 കുരു പുളി. ഇതിപ്പം കുരുയില്ലാത്ത പുളി ആയതുകൊണ്ട് അങ്ങനെ ചേർത്തെടുത്തതാണ്. അല്ലാന്നുണ്ടെങ്കിൽ വെള്ളം ചേർത്തെടുത്താൽ മതി കേട്ടോ. പിന്നെ ഒരു 2 ടേബിൾ സ്പൂണ് ടീസ്പൂൺ കേട്ടോ, ടേബിൾ സ്പൂണല്ല ടീസ്പൂണ് പച്ചമല്ലി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ റെസിപ്പിയെല്ലാം ഞാൻ ചെയ്തതാണ്. പിന്നെ കുറേ ആൾക്കാർക്കുള്ള ഡൗട്ടാണ് കേട്ടോ, ഇങ്ങനെ മസാല അരക്കുമ്പോൾ നിങ്ങൾ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ടല്ലോ, അപ്പോൾ അത് ബെടക്കാവൂലേ എന്ന് ചോദിക്കലുണ്ട്. ഞാൻ ഒഴിച്ചു കൊടുക്കുന്ന വെള്ളം തിളപ്പിച്ചാറിയ വെള്ളമാണ്. പിന്നെ ഞാൻ പ്രത്യേകം പറയുന്നത് എന്താണെന്നറിയോ, നമ്മൾ അരച്ചിട്ട് ഇടുന്ന പാത്രത്തിൽ ഇട്ട് വെക്കുമ്പോൾ അതിൽ ഒട്ടും വെള്ളം പാടില്ല. അതുപോലെ തന്നെ സ്പൂണില്ലേ നമ്മൾ യൂസ് ആക്കുന്നത്, അരക്കുമ്പോൾ നമ്മൾ തിളപ്പിച്ചാറിയ വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കുന്നത്. ഓക്കെ. പിന്നെ എപ്പോഴും നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ആഴ്ചക്ക് ഒരു ദിവസം അരച്ച് വെച്ചാൽ, ഒരാഴ്ചക്കുള്ള അരച്ച് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എടുക്കുമ്പോഴല്ലേ, അപ്പോൾ അച്ചാറൊക്കെ നമ്മളിങ്ങനെ എടുക്കുമ്പോൾ ഉണങ്ങിയ സ്പൂണല്ലേ എടുക്കുന്നത്, അതുപോലെ തന്നെ സ്പൂൺ ഇട്ടെടുക്കുമ്പോൾ ഉണങ്ങിയത് എടുത്തിട്ട് അങ്ങനെ എടുത്താൽ മതി മസാല. അപ്പം ഒന്നും കേടാവില്ല. അപ്പം കുറേ ആൾക്കാർക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം നിങ്ങൾ വെള്ളം ഒഴിച്ച് കൊടുത്തീനല്ലോ, അപ്പോൾ അത് ബെടക്കാവില്ലെന്ന് വെച്ചിട്ട് ഞാൻ അതിൽ പറയാൻ വിട്ടുപോയതാണ്. തിളപ്പിച്ചാറിയ വെള്ളമല്ലേ, അത് ഒഴിച്ചെടുത്താൽ മതി. പക്ഷെ അരക്കുമ്പം നമ്മൾ വെള്ളം ഒഴിച്ചെടുത്തിട്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. പക്ഷെ അരച്ചത് വെച്ചതിൻ്റെ ശേഷം നമ്മൾ സ്പൂണെല്ലാം ഒരാഴ്ചക്കൊന്നും കുഴപ്പമില്ല. പക്ഷേ നമ്മൾ കുറേ ദിവസത്തിൽ കുറച്ച് കൂടുതൽ അരച്ച് വെക്കുന്നവരൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ അരച്ച് വെക്കുമ്പോൾ കുറച്ചെടുത്തിട്ട് 2 ബോക്സിൽ കുറച്ചെടുത്തിട്ട് ഫ്രീസറിൽ വെക്കുക, കുറച്ച് താഴെ വെക്കുക. എന്നിട്ട് ഇത് കഴിയുമ്പോൾ ഫ്രീസറിൽ നിന്ന് എടുത്തിട്ട് പിന്നെ താഴെ വെച്ചിട്ട് അങ്ങനെ യൂസ് ആക്കിയാൽ മതി കേട്ടോ. ഞാനിപ്പം കുറച്ച് തന്നെയാണ് അരച്ചെടുത്തത്. അപ്പോൾ ഇതാ മീൻ കഴുകിയിട്ട് വെള്ളം ഊറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാ 4 പീസ് ഉണ്ട്. അത് മസാല കുറച്ചെടുത്തിട്ട് ഒരു 3-4 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. ഉപ്പിട്ട് കൊടുത്തിട്ട് അതപ്പോൾ അങ്ങനെ നല്ലോണം മസാല തേച്ചിട്ട് വെക്കുന്നുണ്ട് കേട്ടോ. മസാല പൊടിക്കണത് ഈ മീനിൻ്റെ പേര് എനിക്കറിയില്ല, ജസ്റ്റ് ഒന്ന് വാങ്ങിച്ച എന്തോ ഒരു ഓർമ്മയില്ല. അപ്പോൾ ഓർമ്മ ഉണ്ടായിരുന്നു, ഇപ്പോൾ ഓർമ്മയില്ല കേട്ടോ. കടല പോലത്തെ ഒരു വലിയ മീനാണ്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ, അത്യാവശ്യം നല്ല ഉണ്ട്. പക്ഷേ ഫ്രൈ ചെയ്യുമ്പോഴല്ല, ഞാൻ പറഞ്ഞു തരട്ടെ ഫ്രൈ ചെയ്യുമ്പം അതെങ്ങനെ ആയിട്ടുണ്ടായിരുന്നതെന്ന് അത് ഞാൻ കാണിക്കുന്നുണ്ട്. മീൻ മസാല പൊടിക്കാൻ ആദ്യം തന്നെ തേച്ചിട്ട് റെഡിയാക്കി വെച്ചിട്ടാ. ഇനി നല്ലൊരു തക്കാളി കറി വെക്കുന്നുണ്ട് കേട്ടോ. ഇത് ഭയങ്കര ടേസ്റ്റാണ്. പണ്ടില്ല എനിക്കെൻ്റെ ഉമ്മാനെ നല്ലോണം മിസ്സാകുന്നുണ്ട്. കാര്യം എൻ്റെ ഉമ്മല്ലേ സ്കൂളിൽ പോകുന്ന ടൈമിലെല്ലാം ചോറാക്കി തരില്ല. അപ്പം അന്നെല്ലാം ഇങ്ങനെ ബോക്സിലെല്ലാം കൊണ്ടുപോകുമ്പം
ഈ തക്കാളി കൂട്ടാനാട്ടോ ഉണ്ടാക്കി തരൽ. അത് എന്തോ ഒരു ടേസ്റ്റ്, ആ ഒരു ടേസ്റ്റ് എന്തായാലും നമ്മൾ ഉണ്ടാക്കിയാൽ വരില്ല. ആ ഒരു ടൈമിലെല്ലാം അതുണ്ടാക്കിയിട്ട് നമ്മൾ ചോറ് ഉച്ചക്ക് ചോറിൻ്റെ പൊതി കഴിക്കുമ്പോഴുള്ള, അതായത് രാവിലെ സ്കൂൾ പോകുന്ന ടൈമിൽ ഉമ്മ കെട്ടിയിട്ട് തരുന്നല്ലേ, അപ്പോൾ ഉച്ചക്ക് നമുക്ക് ചോറ് കഴിക്കാൻ സ്കൂളിൽ ചോറ് കഴിക്കാൻ വിട്ട ടൈമിൽ നമ്മൾ ആ പൊതി കഴിച്ചിട്ട് എടുക്കുന്ന ടൈമിലുള്ള ആ ഒരു സ്മെല്ലും ആ ഒരു ടേസ്റ്റും നമുക്കൊരിക്കലും മറക്കാനാവില്ലല്ലേ. പക്ഷെ അന്നൊക്കെ നമുക്ക് ഉമ്മാരിങ്ങനെ ഉണ്ടാക്കി തരുമ്പം നമുക്ക് അതിൻ്റെ ആ ഒരു ഇത് അറിഞ്ഞിട്ടില്ല. പക്ഷേ ഇങ്ങനെ ഒറ്റപ്പെടുമ്പോഴൊക്കെയാണ് നമ്മൾ ഒറ്റക്കാവുമ്പോൾ നമ്മൾ വലുതായി നമ്മളിങ്ങനെ എന്താ പറയുക അതെല്ലാം കഴിക്കുക അങ്ങനെ ഓർത്തെടുക്കും ആ കാര്യങ്ങളൊക്കെ. അപ്പം നമുക്ക് അതൊരു വില ഉണ്ടാവില്ല. ഇപ്പം നമ്മളൊക്കെ ചിന്തിക്കുമ്പോൾ ഇനിയിപ്പോൾ അത് കിട്ടാനൊന്നും ഇല്ലല്ലോ. അങ്ങനെ ആ ഒരു ടേസ്റ്റ് എന്തായാലും വരില്ല കേട്ടോ ഈ ഒരു തക്കാളിക്കൂട്ടാന്, എൻ്റെ ഉമ്മാൻ്റെ തക്കാളിക്കൂട്ടാനൊന്ന്. അപ്പോൾ എനിക്ക് ആ ഒരു തക്കാളിക്കൂട്ടാനും പൂതിയായപ്പോഴാണ് ഞാനിതാ തക്കാളി ഒരു 4-5 തക്കാളി എടുക്കട്ടെ. ഇപ്പോൾ ഇവിടെ പച്ചക്കറിക്ക് എല്ലാത്തിനും വില കൂടിയിട്ടുണ്ട്. നല്ല തക്കാളി കൂട്ടാൻ പൂതിയായപ്പം ഞാൻ ഉണ്ടാക്കാമെന്നൊരു 4-5 തക്കാളി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പം 2 തക്കാളി ഇടുന്നിടത്ത് ഒരു തക്കാളിയൊക്കെ ഇപ്പോൾ കറിക്കിടുന്നുള്ളൂ. തേങ്ങക്കും എല്ലാത്തിനും വില കൂടിയിട്ടുണ്ട്. നാട്ടിലെ പോലെ തന്നെ ഇവിടെയും കൂടിയിട്ടുണ്ട് കേട്ടോ. ഏതായാലും തക്കാളിക്കൂട്ടാനും പുതിയ പിന്നെ തക്കാളിക്കൂട്ടാൻ ഉണ്ടാക്കണമല്ലോ. അപ്പോൾ അതുകൊണ്ട് 4-5 തക്കാളി എടുത്തിട്ടുണ്ട്. ചെറിയ തക്കാളിയാണ് കേട്ടോ. നാടൻ തക്കാളി ഒന്നും കൂടെ ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. നമ്മൾ നാട്ടിലത്തെ തക്കാളി അത് കിട്ടുമ്പോൾ നല്ല ടേസ്റ്റാവും. ഇത് കുറച്ച് ഹാർഡായിട്ടുള്ളതാണ്. ഒന്നുമില്ല, കുക്കറിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം. എന്നിട്ട് വെളുത്തുള്ളി ഒന്ന് ചതച്ചിട്ട് ഇങ്ങനെ ചതച്ചാണ്ട് തന്നെ ചേർത്ത് കൊടുക്കണം കേട്ടോ. ഒരു 4-5 വെളുത്തുള്ളി ചതച്ച് അതും ചേർത്ത് കൊടുക്കുക. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. പിന്നെ തക്കാളിയും ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മൾ മീൻ്റെ മസാലയില്ലേ അത് ഒരു ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ പിന്നെ മിക്സിൻ്റെ ജാറിൽ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതാണ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതിൽ പിന്നെ പുളിയും എല്ലാം ഉണ്ടല്ലോ, എരിവും ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എല്ലാവർക്കും അറിയുന്നതാണ് തക്കാളിക്കൂട്ടാനൊക്കെ ഉണ്ടാക്കാൻ. ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞതാണ് കേട്ടോ. എന്നിട്ട് ആ വെള്ളം ഒഴിച്ചെടുത്തിട്ട് പാകത്തിന് ഉപ്പ് ഇട്ടിട്ട് ഒന്ന് വിസിലടിപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. നല്ല പേസ്റ്റ് പോലെ നല്ല വേവണം കേട്ടോ. തക്കാളിക്കൂട്ടാനിൽ തക്കാളി കാണാൻ പാടില്ല. ആ ഒരു തക്കാളിക്കറി അങ്ങനെ കിട്ടണം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുക്കറിൽ വെച്ചിട്ടുണ്ട്, ചെറിയ കുക്കറിൽ. പിന്നെ ഒരടുപ്പത്ത് മീൻ ഫ്രൈ ആക്കുന്നുണ്ട്, ചെറിയ തീയിൽ വെച്ചിട്ട് ഫ്രൈ ആക്കുന്നുണ്ട്. പിന്നെ ഒരടുപ്പത്ത് ചീര ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. ചീരൻ്റെ ചുവപ്പ് ചീരല്ലേ അതിൻ്റെ ഉപ്പേരി ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ വെളിച്ചെണ്ണ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വെളിച്ചെണ്ണയിലാണ് ഞാൻ മീൻ ഫ്രൈ ചെയ്യുന്നതും പിന്നെ അതുപോലെ തന്നെ തക്കാളിക്കൂട്ടാനൊക്കെ ഉണ്ടാക്കുന്നത്. ഒരു നാടൻ ടേസ്റ്റ് കിട്ടാനാണ്. പിന്നെ ചീരെല്ലാം എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയുന്നതന്നെയല്ലേ. ഒരു ചമ്മന്തി ഉണ്ടാക്കി പച്ചമുളകും ഉള്ളിയും തേങ്ങയിട്ടിട്ട് മിക്സിയിലൊന്ന് ജസ്റ്റ് ഒന്ന് കറക്കിയിട്ടെടുത്തിട്ട് അതും ചീരയൊക്കെ ഇട്ടെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. ഉപ്പേരും റെഡി. അതിൻ്റെ ഇടയിൽ വെളിച്ചെണ്ണ ഞാൻ യൂസാക്കുന്ന ആ ഒരു ബോട്ടിലില്ലേ കുപ്പി, അതിൽ തീർന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഫില്ലാക്കിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞില്ല ഈ ഒരു മീൻ ഫ്രൈ ആക്കുമ്പം അതില്ലേ ഇങ്ങനെ പൊന്തിയിട്ട് വരുന്നിട്ട്, അതായത് ഒരു തോണി പോലെ അതിൻ്റെ ഉള്ളു വേവാത്ത പോലെ ഇങ്ങനെ 2 ഭാഗം പൊന്തിയിട്ട് വരിക. അങ്ങനെ പിന്നെ ഞാനില്ലേ മീൻ ഉള്ളു വേവണമല്ലോ, അപ്പം ഇങ്ങനെ ജസ്റ്റ് കയ്യിലേറ്റ് ഇങ്ങനെ കുത്തിയിട്ട് പൊട്ടിച്ചിട്ട് അപ്പുറം മറിച്ചിട്ടാണ് ചെയ്തത്. അത് വലിയ മീനായതുകൊണ്ട് എന്താണെന്ന് അറിയില്ല, അതങ്ങനെ പൊന്തി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു തോണി പോലെ ആയിട്ടുണ്ടായിരുന്നു, നടു ഇങ്ങനെ കുണ്ട് പോലെ ആയിട്ട് 2 ഭാഗം ഇങ്ങനെ പൊന്തി വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ചെള്ളി ചമ്മന്തി ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ചെള്ളി ചമ്മന്തി ഒന്നുമില്ല, ചെറിയ ചെള്ളി ഉണ്ടായിരുന്നു. 2-3 ടേബിൾ സ്പൂൺ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ടുണ്ടായിരുന്നു, ഒന്ന് വറുത്തെടുത്തിട്ടുണ്ടായിരുന്നു. കഴുകിയിട്ടിട്ടാ വറുത്തെടുത്തത്. പിന്നെ 2-3 മുളകും അങ്ങനെ വറുത്തെടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് മിക്സിയിലിട്ടിട്ട് തേങ്ങയിട്ടിട്ട് ഒന്ന് ജസ്റ്റ് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അതാണ് ചെളി ചമ്മന്തി. ഇനിയിപ്പം പൊതിച്ചോറ് ഉണ്ടാക്കാൻ ഇല ഇനിയിപ്പം ഷോപ്പിലൊക്കെ ഒന്നും അങ്ങനെ പോവലില്ല, മഴയൊക്കെ അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ അടുത്ത് ഈ ഒരു ഇലൻ്റെ മോഡൽ തന്നെ ഇങ്ങനെ ഒരു കടലാസും പ്ലേറ്റ്, എന്താണെന്ന് അതിന് പറയാമെന്ന് എനിക്കറിയില്ല. ഇത് നാട്ടിലൊക്കെ ഇത് ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് കേട്ടോ. നാട്ടിലൊക്കെ കല്യാണ വീട്ടിലൊക്കെ സദ്യ വിളമ്പൽ ഇതിലാണ്. അപ്പം എൻ്റെ വീട്ടിൽ കുറച്ച് കൂടുതൽ തന്നെ ഉണ്ടായിരുന്നു ബാക്കിയുള്ളത്. അപ്പോൾ ഞാൻ കുറച്ച് കണ്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പിന്നെ വിചാരിച്ചു ഏതായാലും ഇല കിട്ടിയില്ല, ഇല പോലത്തെ ഒരു കടലാസ് എൻ്റെ അടുത്തുണ്ടായിരുന്നു. അപ്പോൾ അതിലെടുക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പൊതിഞ്ഞിട്ട് ഓംപ്ലേറ്റ് വേണമെങ്കിൽ വെക്കട്ടെ. ഞാൻ ചീര, മീൻ, നമ്മളെ തക്കാളിക്കറി, ഉപ്പേരി, അതെല്ലാം ചമ്മന്തി അതെല്ലാം വെച്ചിട്ട് ഇതുപോലെ പൊതിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ പൊതിച്ചോറ്. പക്ഷേ ഇതില്ലേ
കുറച്ച് നേരത്തെ തന്നെ, അതായത് ഒരു 2 മണിക്കൂർ മുന്നെങ്കിൽ ഇത് പൊതിഞ്ഞിട്ട് ആ ഒരു ചൂടിൽ ദമ്മിൽ കിടന്നിട്ട് ആ ഒരു ഇലൻ്റെയും തക്കാളിക്കറിൻ്റെയും പിന്നെ ഇതിൽ ഓംപ്ലേറ്റൊക്കെ വെക്കണം കേട്ടോ. അപ്പോൾ അതിൻ്റെ എല്ലാം കൂടെ ടേസ്റ്റിൽ വേറെ തന്നെ ഒരു മണമാണ് ആ ചോറിന്. ഞാനിപ്പോൾ ഉണ്ടാക്കി വടൻ്റെ അടുത്ത് തിന്നിട്ട് കേട്ടോ. പിന്നെ 3 പൊതിയാക്കിയിട്ടുള്ളത് ഫാദറിൻ്റെ ഫ്രണ്ട് ഉണ്ട് അപ്പുറത്തെ ഫ്ലാറ്റിൽ. അപ്പം അവൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവൾ നാട്ടിലേക്ക് പോകാനായിട്ടുണ്ട്. അപ്പോൾ പൊതിച്ചോറ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ പൊതി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മയായിട്ട് അവളെ. അപ്പോൾ ഞാൻ ഒരു പൊതിയും കൂടെ ആക്കിയതാണ് എക്സ്ട്രാ. അപ്പോൾ ഞാൻ അവൾക്ക് മെസ്സേജ് അയച്ച് ചോദിച്ചു നീ ഫുഡ് കഴിച്ചായിരുന്നപ്പോൾ ഞാൻ ഫുഡ് കഴിച്ചെന്ന് പറഞ്ഞ്. എന്നാലും ഞാൻ കൊണ്ടുപോയി കൊടുത്തതിൻ്റെ ശേഷമാണ് പിന്നെ നമ്മൾ ഫുഡ് കഴിക്കുന്നത്. ഇപ്പോൾ വൈകുന്നേരം ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാ നല്ല ചൂടോടുകൂടി തന്നെ കേട്ടോ കഴിക്കുന്നത്. പക്ഷേ ഞാൻ പറഞ്ഞില്ല, ഇത് ഇലാൻ്റെ ആ ഒരു ടേസ്റ്റും എല്ലാം കൂടെ വരുമ്പോൾ ഇങ്ങനെ പൊതിഞ്ഞിട്ട് വെക്കുന്ന ആ ഒരു ടേസ്റ്റ് വേറെ തന്നെയാണ്. പക്ഷേ ഇങ്ങനെയും നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ടേസ്റ്റ് ഇല്ലായൊന്നുമില്ല. ചട്ടിച്ചോറ് അല്ല, അതാ പൊതിച്ചോറ്. അപ്പൊ ഗൈസ് ഒരുപാട് പ്രാവശ്യമായി ചട്ടിച്ചോറ് വായിൽ വെള്ളം വന്നിട്ട് സംസാരിക്കും. ഫാദുവിന് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ചട്ടിച്ചോറ് ഇതുപോലൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നത്. ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഫാദുവിന് അറിയാം നോമ്പ് കഴിഞ്ഞാലൊക്കെ ഞാൻ ഉണ്ടാക്കുന്നുള്ളത് അറിയായിരുന്നു. മീൻ പിന്നെ നമ്മൾ മഴയെല്ലാം വരുന്നതിന് മുന്നേ തന്നെ വെതർമാന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ കാറ്റും മഴയെല്ലാം വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് മീനും അരിയും സാധനങ്ങളെല്ലാം പച്ചക്കറിയൊക്കെ കൊടുന്ന് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇത് ഫാദുവിനെ കണ്ടപ്പം നല്ല ഇഷ്ടമായിരുന്നു. അങ്ങനെ കഴിച്ചിട്ട് ഞാൻ ചോദിച്ചാൽ എങ്ങനെ ഉണ്ട് എന്ന്. അപ്പോൾ അടിപൊളിയാണ് മാഷാഅല്ലാ, തക്കാളി കറിയെല്ലാം നല്ല ഉണ്ടെന്ന് പറഞ്ഞ്. വെളുത്തുള്ളി ഇടണം, ഇഞ്ചി ഇടരുത്. വെളുത്തുള്ളിയും കറിവേപ്പിലെല്ലാം കുറച്ച് കൂടുതൽ ഇടണം കേട്ടോ ഈ ഒരു തക്കാളിക്കറിയിൽ. നല്ല ടേസ്റ്റാണ്. ഇനി എന്താ ഇവിടെ ഭയങ്കര തണുപ്പാണ്. ഇനി ചൂട് നല്ല ഫുഡെല്ലാം കഴിക്കട്ടെ. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ നമ്മളെ ഇന്നത്തെ വീഡിയോ. ഇപ്പോൾ ഈവനിങ് ആയിട്ടുണ്ട്. പിന്നെ ഞാൻ വീഡിയോസൊന്നും എടുത്തിട്ടില്ല കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞില്ല എനിക്ക് തൊണ്ടവേദനയെല്ലാം ഈവനിങ് ഒക്കെ ആയപ്പോൾ ഇങ്ങനെ കൂടി വന്ന് നല്ല എന്തോ ഒരു ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. ജലദോഷം ഇപ്പോൾ ഈ ഒരു വോയിസ് കൊടുക്കുന്ന ടൈമിലും എന്താ സൗണ്ടെല്ലാം ഭയങ്കര ബോറായിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോസ് ഇഷ്ടമാവുമോ എന്നറിയില്ല, ആ വോയിസ് എല്ലാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവാന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഇൻഷാ അല്ലാഹ് അതിന് അടിപൊളി റെസിപ്പീസും വീഡിയോസും ഒക്കെ ആയിട്ട് വരാം. അതുവരേക്കും ഓക്കെ ബൈ, താങ്ക് യു.